ആ പ്രവൃത്തി വിജയിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ അങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കണം. കാര്യാരംഭിക ദേശപൂജനീയം പറയപ്പെട്ട പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പ് മനസ്സിനെ അതിന് തയ്യാറെടുപ്പിക്കുക, കാരണം അതിനെ പൂജിക്കാതെ അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ എവിടെ വരെ നിൽക്കാൻ പറ്റും. ശിവന്റെ അമ്പലമായാലും വിഷ്ണുവിന്റെ ആയാലും ദുർഗയുടെ ആയാലും കാളിയുടെ ആയാലും ഏത് മൂർത്തി ആയാലും അവിടെ എന്ത് തുടങ്ങാനും ഗണപതിയെ പൂജിച്ചിട്ടേ തുടങ്ങുന്നു. നേരെ മറിച്ച് ശിവന്റെ അമ്പലത്തിൽ വിഷ്ണുവിനെയോ ദുർഗയോ കാളിയോ പൂജിക്കാറില്ല ശിവരാത്രി, പക്ഷെ ഗണപതിയെ പൂജിക്കും. നീ അത് അങ്ങനെ പൂജ തുടങ്ങാൻ ഗണപതയെ ഗുരുപ്പിയോ നമ്മൾ പൂജ തുടങ്ങുക, വിഷ്ണുവിന്റെ പൂജ തുടങ്ങുക, അല്ലെങ്കിൽ ശിവന്റെ പൂജ തുടങ്ങുക. ഗണപതിയെ പൂജിച്ചുകൊണ്ടാണ് ആ പൂജ തുടങ്ങുന്നത്. പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിനെ അതിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത്, മനസ്സിന് ഏറ്റവും ആരോഗ്യം പുഷ്ടിയും ലഭിക്കുക എന്നുള്ളതാണ് ഗണപതി ഉപാസനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ മനസ്സിന് സമാധാനം അതേപോലെ തന്നെ ആരോഗ്യം, ഇത് രണ്ടും ഉണ്ടായാൽ നമുക്ക് ഈ ലോകത്തിൽ എന്തിനെ വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും, വിജയം ഉണ്ടാവും, ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. മനസ്സിന് ശാന്തി ആരോഗ്യത്തിന് പ്രാർത്ഥിക്കുക. നമ്മളൊരു ഗൃഹം നിർമ്മിച്ച് അവിടെ താമസാക്കുകയാണ്. ഈ ഗൃഹത്തില് സദാസമയം വാഴണം. നമ്മളുടെ മനസ്സില്, നമ്മളുടെ പ്രവൃത്തികളില്, നമ്മളുടെ വാക്കില്, നമ്മളുടെ ചിന്തയില് ഒക്കെ സദാസമയം നിറഞ്ഞു നിന്ന് എല്ലാ രംഗത്തും നിർവിഘ്നം, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വേഗം വേഗം ആ വിജയത്തിലേക്ക് എത്താനായിട്ട് അനുഗ്രഹിക്കണം. നമ്മളെ മാത്രമല്ല കുട്ടികളെ, ആ പരമ്പരകളെ മുഴുവൻ അനുഗ്രഹിക്കണം എന്ന് ശ്രദ്ധാം മേധാം യശഃ പുഷ്ടിം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം തേജഃ ആരോഗ്യം ദേഹി മേ ശ്രീഗണേശ്വര ഹലോ. അപ്പൊ അവനെ ഇപ്പൊ എണീക്കും ഇപ്പൊ എണീക്കും. ആ പൂജ നിലയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്ക് വിശേഷമൊന്നും ഇല്ലല്ലേ? ആ അവനെങ്ങനെ
പൂജയുടെ ഈ പറഞ്ഞ പോയി